ആകെ വിഷമിച്ചിരിക്കുന്ന വിഷ്ണുവിനോട് കമലൻ വന്ന് പറയുകയാണ്, ആശാനെ, ഇതാ മൂത്ത കൊച്ചിന്റെ പെണ്ണ് കാണലാണ്. അത് കേട്ട് സന്തോഷത്തോടു കൂടി ആണാ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. അതെ, ആശാൻ സന്തോഷമായിട്ട് ചായ കുടിക്കുക. വിഷ്ണുവിന്റെ ആ ചിരി കണ്ടിട്ട് കമലൻ പറയാണ്, ആശാൻ പേടിച്ചു അല്ലേ? പോടാ, ഞാൻ പേടിച്ചൊന്നുമില്ല. അന്നേരം ശാരിക എല്ലാവർക്കും ചായ കൊടുക്കുകയാണ്. ചായ കുടിച്ചുകൊണ്ട് മുരുകൻ ചോദിക്കുകയാണ്, പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, പ്രദീപ് കുമാറിന്റെ മുഖം കണ്ടാൽ അറിയാമല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് മുരുകൻ. അന്നേരം ചെറുക്കന്റെ അച്ഛനും പറയുകയാണ്, അവന്റെ ഒരു നാണം. മുരുകൻ പറയുകയാണ്, ഇനി പെണ്ണിന്റെ അഭിപ്രായമാണ് അറിയേണ്ടത്. എന്താ, ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. അന്നേരം ജനലിൽ കൂടി വളരെ വിഷമിച്ചു തന്നെ നോക്കുകയാണ് രാജീവ്. അപ്പോഴേക്കും ശാരിക ആലോചിക്കുന്നത് രാജീവ് വന്ന് റോഡിൽ വന്ന് ശാരിക ഇഷ്ടമാണെന്ന് പറഞ്ഞുള്ള കാര്യമാണ്. മുരുകൻ ചോദിക്കുകയാണ്, എങ്ങനെയാ മോളെ, നീ ഒന്നും പറഞ്ഞില്ലല്ലോ? ശാരിയേച്ചി എന്താ എന്ന് ശാലിനിയും ചോദിക്കുന്നുണ്ട്. ഒന്നാലോചിച്ച് ശാരിക പറയുകയാണ്, അമ്മയുടെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം, അമ്മ തീരുമാനിച്ചാൽ മതി. അത് കേട്ടൊന്ന് വിഷമിക്കുകയാണ് രാജീവ്. ശാരദാമ്മയുടെ മുഖം അന്നേരം ചിരിക്കുകയാണ്. അന്നേരം രാജീവ് ആ ചായ ഗ്ലാസ് സോപാനത്തിൽ തന്നെ വെച്ചിട്ട് തിരിഞ്ഞ് വളരെ വിഷമത്തോടുകൂടി നടക്കുകയാണ്. നിരാശനായി നടന്നു പോകുന്ന രാജീവ് ആദ്യമായി കുടുംബശ്രീയിൽ വന്നതും പിന്നെ അമ്പലത്തിൽ വെച്ച് ശാരികയെ കണ്ടതുമൊക്കെ ആലോചിക്കുകയാണ്. മുരുകൻ പറയുകയാണ്, അപ്പോ ബാക്കി കാര്യങ്ങളെല്ലാം ഇനി അങ്ങ് തീരുമാനിക്കാം അല്ലേ? അന്നേരം കൂടെ വന്ന ഒരാൾ ചോദിക്കുകയാണ്, അതിന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പെണ്ണിന്റെ അമ്മ മാത്രം ഇരുന്നാൽ മതിയോ? അച്ഛൻ എവിടെ, കണ്ടില്ലല്ലോ? അന്നേരം എല്ലാവരും ഒന്ന് പരസ്പരം നോക്കുകയാണ്. എല്ലാവരെയും നിശബ്ദരാക്കിക്കൊണ്ട് ശാലിനി പറയുകയാണ്, ഞങ്ങൾക്ക് അച്ഛനില്ല. അപ്പോഴേക്കും രാജേശ്വരിയുടെ വണ്ടി കുടുംബശ്രീയുടെ ഹോട്ടലിന് മുന്നിൽ വന്നു നിൽക്കുകയാണ്. സുമിത്ര ചോദിക്കുകയാണ്, അച്ഛനില്ല എന്ന് പറഞ്ഞാൽ മരിച്ചു പോയതാണോ അതോ? അന്നേരം വക്കീൽ നോട്ടീസുമായി അവിടെ വന്ന രാജേശ്വരി പടിക്കൽ നിന്ന് ശാരദയെന്ന് ഉറക്കെ വിളിക്കുകയാണ്. ആ വിളി കേട്ട് എല്ലാവരും ഒന്ന് പുറത്തേക്ക് നോക്കുകയാണ്. വിഷ്ണുവും അത് കേൾക്കുന്നുണ്ട്. വീണ്ടും രാജേശ്വരി വിളിക്കുകയാണ്, ശാരദയെ. തുടരെ രാജേശ്വരി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ശാരദേ, ശാരദ, ഇവിടെ ആരും ഇല്ലേ? ശാരദയില്ലേ, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് രാജേശ്വരി. രാജേശ്വരിയെ കണ്ട് കമലൻ പറയുകയാണ്, ഈ കടയും വീടും ഒഴിപ്പിക്കാൻ നമുക്ക് കൊട്ടേഷൻ തന്ന ഗോപാലകൃഷ്ണന്റെ ഭാര്യയല്ലേ അത്? അതെ, അറിയാമെന്ന് വിഷ്ണു പറയുകയാണ്. രാജേശ്വരി പറയുകയാണ്, ശാരദയാണ് വിളിക്കുന്നത്, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ. അതോ അകത്തേക്ക് കയറി വരണമോ ഞാൻ? അന്നേരം അവിടെ നിന്ന് എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ദേഷ്യത്തോടെ ആദ്യം പുറത്തേക്ക് ഇറങ്ങി വന്ന ശാലിനി ചോദിക്കുകയാണ്, നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? ഇറങ്ങ് വെളിയിൽ. നീ മാറടി അങ്ങോട്ട്, എനിക്ക് ചോദിക്കാനുള്ളത് നിന്റെ അമ്മയോടാണ്. ശാരദാമ്മ ചോദിക്കുകയാണ്, രാജേശ്വരിക്ക് എന്താണ് വേണ്ടത്? എന്താ വേണ്ടതെന്നോ? എന്തായത്? എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ട് വീട്ടിൽ കയറി ഒളിച്ചിരിക്കാമെന്ന് കരുതിയോ നീ? ദേഷ്യമെന്ന് കൈ ചൂണ്ടിക്കൊണ്ട് ശാലിനി ചോദിക്കുകയാണ്, ദേ, എന്റെ അമ്മയെ കയറി എടി പൊടി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. വിളിക്കും എടി, വിളിക്കും. വിളിക്കാനുള്ള കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്. 10 ലക്ഷം രൂപ വാങ്ങി കക്ഷത്തിൽ വെച്ചിട്ട് എനിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് നീയും നിന്റെ അമ്മയും. നേരം ആകെ ഒന്ന് പരിശ്രമിക്കുകയാണ് ശാരികയും ശാരദാമ്മയും. ശാലിനി ചോദിക്കുകയാണ്, 10 ലക്ഷമോ? ഏത് 10 ലക്ഷം? ശാരികയോട് ശാരദാമ്മ പറയുകയാണ്, ശാരി, ദേ, മോൾ ഇവളെ പിടിച്ച് അകത്ത് കൊണ്ടുപോക്, ചെല്ല് എന്ന് ശാരിക വിളിക്കുന്നുണ്ട് ശാലിനിയെ. അല്ലേ ചേച്ചി, ഇവര് പറയുന്നത് കേട്ടില്ലേ? അമ്മ സംസാരിച്ചോളും, നീ അകത്തേക്ക് വാ എന്ന് ശാരിക പറയുന്നുണ്ട് ശാലിനിയോട്. ശ്യാമയെ പിടിക്കവളെ എന്ന് പറയുമ്പോൾ ശ്യാമയും പറയുന്നുണ്ട്, ചേച്ചി വാ ചേച്ചി, ആൾക്കാര് ശ്രദ്ധിക്കുന്നുണ്ട്. ചേച്ചി ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല, ചേച്ചി അകത്തേക്ക് വാ എന്നും പറഞ്ഞ് ശ്യാമയും വിളിക്കുകയാണ്. ശാരിക പറയുകയാണ്, ശാലിനി പ്ലീസ്, എനിക്ക് വേണ്ടി നീ വന്നേ മതിയാകൂ. ശാരികയും ശ്യാമയും കൂടി ശാലിനി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. രാജേശ്വരി പറയുകയാണ്, കൊള്ളാം ശാരദ, നന്നായിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ കഥ മുഴുവനായി നിന്റെ മക്കൾക്ക് പോലും അറിയില്ല അല്ലേ? തൊഴുതുകൊണ്ട് ശാരദാമ്മ പറയുകയാണ്, രാജേശ്വരി, ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. ശാരിയുടെ പെണ്ണ് കാണൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അത് കേട്ട് രാജേശ്വരി പറയുകയാണ്, ഓഹോ, അത് ശരി. നേരം അകത്ത് കൊണ്ടുപോയി ശാലിനിയെ കസേരയെ കൊണ്ടുപോയി ഇരുത്തിയ ശേഷം ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് ഇരുത്തുകയാണ് ശാരിക. ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, എന്നെ വിട് ശ്യാമേ, അവർ ഏത് 10 ലക്ഷത്തിന്റെ കാര്യമാണ് പറയുന്നത്? അതൊന്ന് എനിക്ക് ചോദിക്കണം. ശാരിക പറയുകയാണ്, അവര് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞെന്നിരിക്കും, അത് അമ്മ കൈകാര്യം ചെയ്തോളുമെന്ന് പറഞ്ഞില്ലേ? ചേച്ചിന്ന് വിളിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് ശാരിക പറയുകയാണ്, നീ ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല. രാജേശ്വരി ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾ നിങ്ങളുടെ മകളെ കെട്ടിച്ചയക്കുന്നത്? എന്ത് കണ്ടിട്ടാണ്? എവിടെ രക്ഷപ്പെടാൻ? ഓരോന്നിന്റെയും കഴുത്തിൽ കയറ് കെട്ടി കയത്തിൽ താഴ്ത്തിയാൽ പോരെ? അത് കേട്ട് രാജേശ്വരി എന്ന് ശാരദാമ്മ വിളിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? അന്നേരം ആകെ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് വിഷ്ണുവും. ഇനി ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ കേൾക്കും. കേൾക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്നും നക്കാപ്പിച്ച ഇരന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് നേരെ തന്നെ വക്കീൽ നോട്ടീസോ? കൊള്ളാം, ഉഗ്രൻ നമ്പർ തന്നെ. ശാരദാമ്മ വിഷമിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഞാൻ അറിഞ്ഞതല്ല ഇത് രാജേശ്വരി.
കള്ളം. ഇതിലെ പരാതിക്കാരി ശാലിനിയാണ്, നിങ്ങളുടെ രണ്ടാമത്തെ മകൾ. അത് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കുറെ വിശ്വസിക്കും ഞാൻ. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് അറിയാനുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് അറിയട്ടെ. പെണ്ണ് കാണാൻ വന്നവരോടായി രാജേശ്വരി പറയുകയാണ്, കാൽ ചവിട്ടി നിൽക്കുന്ന ഈ കുപ്പത്തൊട്ടി പോലും സ്വന്തമായിട്ടില്ലാത്ത വീട്ടിലേക്കാണ് നിങ്ങളിപ്പോൾ ആലോചിച്ച് വന്നിരിക്കുന്നത്, മനസ്സിലായോ? അത് കേട്ട് ശാരദാമ്മ രാജേശ്വരി എന്ന് വീണ്ടും വിളിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, വിളിക്കണ്ട. ഞാൻ പറഞ്ഞത് കള്ളമാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തിന്റെ ആധാരമെടുത്ത് കാണിക്ക് ശാരദേ. കാണട്ടെ എല്ലാവരും. ഇവരെ കൊണ്ടത് കാണിക്കാൻ പറ്റില്ല, കാരണം അതിരിക്കുന്നത് എന്റെ വീട്ടിലെ അലമാരയിലാണ്. ഉടമസ്ഥൻ എന്റെ ഭർത്താവ് ഗോപാലകൃഷ്ണനും. അദ്ദേഹത്തിന് ഏതോ ഒരു കാലത്ത് ഇവിടെ ഒരു സംബന്ധം ഉണ്ടായി. ഈ 3 പെൺപിള്ളേരും അതിൽ ജനിച്ചതാണെന്നാണ് ഇവര് പറയുന്നത്. ശാരദാമ്മ രാജേശ്വരി എന്ന് വിളിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. നിങ്ങൾക്ക് അതിനുള്ള അവകാശം ഇല്ല. എന്റെയും ഗോപാലേട്ടന്റെയും ഔദാര്യത്തിലാണ് നിങ്ങളും നിങ്ങളുടെ 3 മക്കളും ഇവിടെ ചുരുണ്ടുകൂടുന്നത്. പടി ഇറക്കി വിട്ടാൽ പെരുവഴിയിലേക്കാണ്. അതിവരെ അറിയണം, എന്നിട്ട് മതി കല്യാണ നീക്കം. അത് കേട്ട് പയ്യന്റെ അച്ഛൻ മുരുകനെ ഒന്ന് നോക്കുകയാണ്. മുരുകൻ തല താഴ്ത്തി തന്നെ നിൽക്കുകയാണ്. ശാരദാമ്മ പറയുകയാണ്, രാജേശ്വരി, ശത്രുക്കളോട് പോലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ശത്രുക്കളോടോ? പിന്നെ നിങ്ങൾ എന്റെ ആരാണെന്ന് കരുതി? ബന്ധുക്കളോ? നിങ്ങൾ എന്നും എന്റെ ശത്രു മാത്രമാണ്, ആ ജന്മശത്രു. പിന്നെ നിങ്ങൾ അയച്ച ഈ തിട്ടൂരം അതെനിക്ക് വെറും പുല്ലാണ്, വെറും തൃണം. അത്രയും പറഞ്ഞ് വക്കീൽ നോട്ടീസ് വലിച്ചു കീറുകയാണ് രാജേശ്വരി. പിന്നെ നാളെ സൂര്യാസ്തമയം 10 ലക്ഷം രൂപ നിങ്ങൾ ഈ രാജേശ്വരിയുടെ കാൽക്കൽ കൊണ്ടുവച്ചില്ലെങ്കിൽ നടക്കുന്നത് വേറെയായിരിക്കും. ഇപ്പോഴേ പറഞ്ഞില്ല എന്ന് വേണ്ട. കീറിയ വക്കീൽ നോട്ടീസ് ശാരദാമ്മയുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് തിരിഞ്ഞു നടക്കുകയാണ് രാജേശ്വരി. കാറിൽ കയറി പോകുന്ന രാജേശ്വരിയെ ദേഷ്യത്തോടുകൂടി അവിടെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. കസേരയിൽ നിന്നും എഴുന്നേറ്റ ശാലിനി പറയുകയാണ്, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകില്ല, എനിക്ക് പോണമെന്നല്ലേ പറഞ്ഞത്? ശാലിനി എന്ന് ശാരിക പറയുമ്പോൾ ശാലിനി പറയുകയാണ്, വിടു ചേച്ചി, കുറെ നേരമായി അവിടെ എന്തോ നാടകം നടക്കുന്നു, അതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. രാജേശ്വരി പോയ ശേഷം ശാരദാമ്മ പയ്യനോടും വീട്ടുകാരോടും പറയുകയാണ്, അതൊന്നും സാരമാക്കേണ്ട, നമുക്ക് അകത്തോട്ടിരിക്കാം, വായെന്ന് മുരുകനും വിളിക്കുമ്പോൾ സുമിത്ര പറയുകയാണ്, പറ്റില്ല ശാരദാമ്മേ, ഞങ്ങൾ ഇനി അകത്തോട്ടില്ല, ഇറങ്ങുവാണ്. അത് എന്തു പറ്റിയെന്നിപ്പോൾ കണ്ടതല്ലേ? നിങ്ങളുടെ മകനാണെങ്കിൽ ഇതുപോലുള്ള ഉള്ള ഒരു വീട്ടിൽ നിന്നും കല്യാണം ആലോചിക്കുമായിരുന്നോ? തല ചായ്ക്കാൻ ഒരു മേൽക്കൂരയില്ല, അച്ഛനെന്ന് ചൂണ്ടിക്കാട്ടാൻ ഒരാളില്ല, പോരെങ്കിൽ ലക്ഷങ്ങളുടെ ബാധ്യതയും. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇവന്റെ തോളിലേക്ക് ആ മാറാപ്പ് വെച്ചു കൊടുക്കണോ ശാരദാമ്മേ ഞങ്ങൾ എന്ന് ചോദിക്കുകയാണ് പയ്യന്റെ അച്ഛൻ. നേരം അകത്തു നിന്നും ശാരികയുടെയും ശ്യാമയുടെയും കൈ തട്ടിമാറ്റിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ശാലിനി. ശാരദാമ്മ പറയുകയാണ്, സാർ, നിങ്ങൾ ഇങ്ങനെ പോകരുത്, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. സുമിത്ര ചോദിക്കുകയാണ്, ഇനി എന്ത് കാര്യങ്ങൾ സംസാരിക്കാനാണ്? വാ ചേട്ടാ, നമുക്ക് പോകാം, ഇത് ശരിയാകില്ല. അത്രയും പറഞ്ഞ് അവരെല്ലാവരും ഇറങ്ങി പോവുകയാണ്. സാർ, സാർ, മുരുകണ്ണ എന്നൊക്കെ ശാരദാമ്മ വിളിക്കുന്നുണ്ട്. അവരെ പുറകെ നടന്ന് വിളിക്കുന്ന ശാരദാമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് ശാലിനി പറയുകയാണ്, അമ്മേ, വിളിക്കേണ്ട, കരഞ്ഞും കാല് പിടിച്ചും വാങ്ങിക്കാനുള്ളത് അല്ലമ്മേ, അങ്ങനെയുള്ളതല്ല ബന്ധുത്വം, അത് തോളോട് തോൾ ഒപ്പമായില്ലെങ്കിൽ കൊടുക്കേണ്ടി വരും നമുക്ക് എന്ന് പറയുമ്പോൾ ശാരദാമ്മ ദേഷ്യപ്പെട്ട് ശാലിനിയോട് പറയുകയാണ്, ചി വിടടി. ശാലിനിയുടെ കൈ ശാരദാമ്മ തട്ടിമാറ്റുമ്പോൾ അമ്മയെന്ന് ശാലിനി വിളിക്കുകയാണ്. ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, വിളിക്കരുത് നീ എന്നെ അങ്ങനെ, എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റ ഒരുത്തി. അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് ശാരദാമ്മ. വിഷമത്തോടെ ശാലിനി അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ദേഷ്യപ്പെട്ടു നിന്ന വിഷ്ണു അവിടെ നിന്ന് വണ്ടിയെടുത്ത് പോവുകയാണ്. അതേസമയം രാജേശ്വരിയുടെ വീട്ടിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ബാലചന്ദ്രൻ പറയുകയാണ്, അളിയ, ചേച്ചി ഇനി അവിടെ പോയിട്ട് എന്താകുമോ എന്തോ, ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഇനി ആലോചിച്ചിട്ട് എന്താ കാര്യം? നീ എന്തിനാ അവളെ ഒറ്റയ്ക്ക് വിട്ടത്? തടയാൻ പാടില്ലായിരുന്നോ? അത് കൊള്ളാം, ആ ശാലിനിയുടെ മുന്നിൽ പോയി ഞാനും കൂടി തല വെച്ച് കൊടുക്കണമായിരുന്നു അല്ലേ? ഒന്ന് പോളിയ, എല്ലാവർക്കും അവരവരുടെ തടിയാണ് വലുത്. എനിക്കാണെങ്കിൽ ഇപ്പോഴേ തന്നെ പ്രഷറിന്റെ ചില പ്രശ്നങ്ങൾ ഉള്ളതാണ്. അന്നേരം രാജേശ്വരിയുടെ വണ്ടി അവിടേക്ക് വരികയാണ്. ബാലചന്ദ്രൻ പറയുകയാണ്, ദാ വന്നെന്ന് തോന്നുന്നു. ചുറ്റോട്ട് നിൽക്കുന്ന ഗോപാലകൃഷ്ണനെയും ബാലചന്ദ്രനെയും കണ്ടിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയാണ് രാജേശ്വരി. പുറകെ പോയ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, രാജേശ്വരി, എന്തായി രാജി? കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? തിരിഞ്ഞു നിന്ന രാജേശ്വരി പറയുകയാണ്, അല്ല, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി നിങ്ങൾ എപ്പോഴേ ആ ചടങ്ങിന് പോയിട്ടുണ്ടാകുമെന്ന്. ചടങ്ങോ? എന്ത് ചടങ്ങെന്ന് ഒന്നും മനസ്സിലാകാതെ ചോദിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. നിങ്ങളുടെ മൂത്ത മകൾ ശാരികയുടെ പെണ്ണ് കാണൽ. അപ്പോ വിളിച്ചില്ലേ ശാരദ നിങ്ങളെ? അയ്യോ, കഷ്ടമായി പോയല്ലോ ഗോപാലേട്ട എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനെ കളിയാക്കുകയാണ് രാജേശ്വരി. ദേ രാജേശ്വരി, നീ എന്നെ ഇങ്ങനെ ഊളനാക്കരുത്.
100% ഞാൻ നിന്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിനിടയിൽ ഒരുമാതിരി ഇങ്ങനത്തെ കുത്തുവർത്തമാനങ്ങൾ പറയരുത്. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ശരിക്കും അവിടെ പെണ്ണ് കാണൽ തന്നെയായിരുന്നോ ചേച്ചി? വെറുതെ പറയുന്നതല്ലല്ലോ? വെറുതെ ഒന്നുമല്ല ശാരദ, പയ്യനെയും വീട്ടുകാരെയും വിളിച്ചിരുത്തി സൽക്കരിക്കുന്നതിനിടയിലാണ് ഞാൻ കയറി ചെന്നത്. എന്നിട്ടെന്താകാൻ? വക്കീൽ നോട്ടീസ് ഞാൻ വലിച്ചു കീറി ശാരദയുടെ മുഖത്തെറിഞ്ഞു കൊടുത്തു. കല്യാണാലോചന എന്തായാലും കുളമാകാനാണ് സാധ്യത. ആ ചെറുക്കൻ വീട്ടുകാരിന് ആ നാട്ടിലേക്കേ വരില്ല എന്നുറപ്പാണ്. തിരിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, നന്നായി, ഞാൻ കൂടി അവിടേക്ക് വരാത്തത് നഷ്ടമായി പോയി അല്ലേ? അതെ, വലിയ നഷ്ടമാണ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അതെ, വീണ്ടും വീണ്ടും ഞാൻ പറയുവാണ്. മക്കളും മരുമക്കളും കൊച്ചുമക്കളുമൊക്കെ ആയിട്ട് അവിടെ തന്നെ കൂടാനാണ് ആ ശാരദയുടെ പ്ലാൻ. രാജേശ്വരിക്ക് അവകാശപ്പെട്ട ആ മണ്ണിൽ എന്റെ ഈ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ അതിന് അവരെ അനുവദിക്കില്ല. നിങ്ങളുടെ സത്യഭാമയുടെ മകനെയല്ല, വേണമെങ്കിൽ ബോംബെയിൽ നിന്ന് ആളെ ഇറക്കും ഞാൻ. ചോര കണ്ടാൽ അറയ്ക്കാത്ത ഹിന്ദിക്കാരന്മാരെ. അവരുടെയൊക്കെ മുൻപിൽ നിങ്ങളുടെ ഇവിടത്തെ ലോക്കൽ ഗുണ്ടകളെല്ലാം പുഴുവാണ്, വെറും കൃമികീടങ്ങൾ. ശാരദ അത്രയും പറഞ്ഞു തീരുമ്പോഴേക്കും വിഷ്ണുവിന്റെ വണ്ടി ശാരദയുടെ വീട്ടിന്റെ മുൻപിൽ വന്ന് നിന്ന് ഹോൺ അടിക്കുകയാണ്. നീട്ടിയുള്ള ഹോണടി കേട്ട് രാജേശ്വരി ബാലചന്ദ്രനോട് പറയുകയാണ്, ആരാണെന്ന് നോക്കടാത്. വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന വിഷ്ണുവിനെ കണ്ട് ആകെ പേടിച്ച് അകത്തേക്ക് ഓടുകയാണ് ബാലചന്ദ്രൻ. ഓടി വന്ന ബാലചന്ദ്രൻ പറയുകയാണ്, മോൻ, സത്യഭാമയുടെ മോനാണ് ചേച്ചി അത്. ആ വിഷ്ണു എന്ന് പറയുമ്പോൾ അയ്യോ എന്ന് വയ്ക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, രാജേശ്വരി, വരുന്നത് ഹിന്ദിക്കാരനൊന്നുമല്ല, സത്യഭാമയുടെ മകനാണ്. നോക്കിയും കണ്ടുമൊക്കെ വേണം സംസാരിക്കാൻ. നീ ഒന്ന് അടങ്ങി നിന്നാൽ മതി, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. തിരിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. വിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, അല്ല, ആരാ ഇത്? വിഷ്ണു മോനോ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. വരണം, അകത്തേക്കിരിക്കണം. രാജേശ്വരിയോട് പറയുകയാണ്, രാജേശ്വരി, ഇത് ആരാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. നമ്മുടെ വിഷ്ണു മോനാണ്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയാണ്, ഇരിക്കുന്നില്ല ഗോപാലകൃഷ്ണ, ഒരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് പോണം, അത്രയുള്ളൂ എന്ന് പറയുമ്പോൾ രാജേശ്വരി ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, ഗോപാലകൃഷ്ണ എന്നോ? പ്രായത്തിൽ മൂത്ത ആളോട് ഒത്തിരി ബഹുമാനമൊക്കെ ആകാം. തിരിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, സോറി, ഇയാളെ പോലെയുള്ള ചെറ്റകൾക്കൊക്കെ ബഹുമാനം കൊടുത്താലേ ഞാൻ ഏട്ടാന്നും അമ്മാവെന്നും ഒക്കെ വിളിക്കുന്ന നല്ല മനുഷ്യർക്ക് അതൊക്കെ ഒരു നാണക്കേടാകും. ഏട്ടാ, രാജേശ്വരി എന്ന് ആക്കി പറയുകയാണ് വിഷ്ണു. കൊണ്ട് രാജേശ്വരി പറയാണ്, ഭാസത്തെ, ഞങ്ങളുടെ കയ്യിൽ നിന്നും പണവും വാങ്ങിക്കൊണ്ട്. അത്രയും രാജേശ്വരി പറയുമ്പോഴേക്കും കൈ ചൂണ്ടിക്കൊണ്ട് വിഷ്ണു പറയുകയാണ്, മിണ്ടരുത്, കല്ലടിച്ച് ഞാൻ താഴെയിടും, കേട്ടല്ലോ. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണനെ തോളിൽ പിടിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, ആ ഗോപാലകൃഷ്ണന, വാ, ഞാൻ പറയുന്നത് ഒരു ചെറിയ കാര്യമാണ് പറയുന്നത്. ആ ശാരദാമ്മയും മക്കളെയും ഇനി ശല്യപ്പെടുത്തരുത്. ഇതിനുവേണ്ടി ഇവിടന്ന് ഒരാള് പോലും ഒരു ചെറുവിരൽ ഇനി അനക്കാൻ പാടില്ല. താനോ തന്റെ അളിയനോ ഇനി ആ കടയുടെ പരിസരത്ത് പോലും പോകാൻ പാടില്ല. പ്രത്യേകിച്ചും ഈ വൃത്തികെട്ട സ്ത്രീ ചെല്ലരുത് എന്നും പറഞ്ഞ് രാജേശ്വരിയെ ചൂണ്ടുകയാണ് വിഷ്ണു. വീണ്ടും കലുതുള്ളിക്കൊണ്ട് രാജേശ്വരി പറയുകയാണ്, റാസ്കൽ, എന്ത് ധൈര്യമാണ് നിനക്ക് എന്റെ പേര് വിളിക്കാൻ? ഞങ്ങളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ പടിക്കൽ വന്ന് നിന്ന് കുരയ്ക്കുന്നോ? ദേഷ്യം കൊണ്ട് തിരിഞ്ഞ വിഷ്ണു ബാലചന്ദ്രന്റെ കവിളിന് ഒരടിയടിക്കുകയാണ്. തനിക്ക് കിട്ടേണ്ട അടിയാണ് ബാലചന്ദ്രന് കിട്ടിയതെന്ന് രാജേശ്വരിക്ക് മനസ്സിലാവുകയാണ്. ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് രാജേശ്വരി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.